റെഡ്മിയുടെ പുതിയൊരു ഫോൺ കൂടി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. റെഡ്മി 9i. ഈ ഫോൺ വരുന്നത് 8300 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി 9i എന്ന ഫോണിന്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ റെഡ്മി 9 അതുപോലെ നോട്ട് 9 സീരീസിന്റെ കാര്യത്തിൽ ഓൾറെഡി ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇതിൽ കുറേ ഫോണുകൾ വരുന്നുണ്ട്. റെഡ്മി 9, 9a, 9 പ്രൈം, പിന്നെ നോട്ട് 9, നോട്ട് 9 പ്രോ, അതുപോലെ നോട്ട് 9 പ്രോ മാക്സ് ഒക്കെ. ഇതിന്റെ കൂടെയാണ് പുതിയൊരു ഫോണും കൂടി ലോഞ്ച് ചെയ്തത്. ഇത്രയും കൺഫ്യൂഷൻ ഉള്ളതിൻ്റെ ഇടയ്ക്ക് പുതിയൊരു ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ പുതിയൊരു സ്പെസിഫിക്കേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും ഓക്കെ എന്ന് പറയാവുന്നതാണ്. പക്ഷേ ഇതങ്ങനെയല്ല. സത്യം പറഞ്ഞാൽ റെഡ്മി 9 എന്ന ഫോണിന്റെ 4GB വെർഷനാണ് റെഡ്മി 9i. ബാക്കി സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ റെഡ്മി 9 അതുപോലെ 9a എന്നീ ഫോണുകളുടെയൊക്കെ സെയില് ആമസോണിലാണ് നടക്കുന്നത്. റെഡ്മി 9i വരുന്നത് ഫ്ലിപ്കാർട്ടിലാണ്. ചിലപ്പോൾ ഫ്ലിപ്കാർട്ടിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഫോൺ ലോഞ്ച് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കാം റെഡ്മി 9a എന്ന ഫോൺ ലോഞ്ച് ചെയ്തത്. എന്തായാലും ഈ ഫോണിന്റെ സ്പെസിഫിക്കേഷൻ നമുക്ക് നോക്കാം. ആദ്യം ഈ ഫോണിന്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ റെഡ്മി 9i വരുന്നത് 6.53 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ HD റെസൊല്യൂഷൻ മാത്രമേ വരുന്നു എന്നുള്ളത് ഒരു കംപ്ലൈന്റ് ആയിട്ട് പറയേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്ക ഫോണുകളിലും HD റെസൊല്യൂഷൻ തന്നെയാണ് വരുന്നത്. പിന്നെ ഈ ഫോൺ വരുന്നത് 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ്. ഫോണിന്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ണിനൊന്നും വല്ലാതെ സ്ട്രെയിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് TUV റെയിലും സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ റീഡിംഗ് മോഡ് 2.0 എന്നുള്ള ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ ഒന്നും കൊടുത്തിട്ടില്ല. 8300 രൂപ അതുപോലെ 9300 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഫിംഗർ പ്രിന്റ് സെൻസർ ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് പറയേണ്ടി വരും. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. ഫേസ് അൺലോക്കിംഗ് ഫീച്ചർ ഈ ഫോണിൽ വരുന്നുണ്ട്. അപ്പോൾ റെഡ്മി 9 എന്ന ഫോണിൽ വരുന്ന അതേ ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഫോണിന്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. ഫോണിന്റെ ബാക്കിൽ ഔറ 360 ഡിസൈൻ എന്ന പേരിൽ വിളിക്കുന്ന ഒരു ഡിസൈനാണ് വരുന്നത്. പിന്നെ ഈ ഫോൺ 3 കളർ വേരിയൻസിൽ വരുന്നുണ്ട്. മിഡ് നൈറ്റ് ബ്ലാക്ക്, സീ ബ്ലൂ, പിന്നെ നാച്ചുറൽ ഗ്രീൻ. പലപ്പോഴും ഫോണുകളൊക്കെ റീബ്രാൻഡ് ചെയ്യുമ്പോൾ ഡിസൈനിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ കളർ വേരിയൻസിന്റെ കാര്യത്തിലും ചെറിയ ചേഞ്ചസ് കൊടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും വന്നിട്ടില്ല. റെഡ്മി 9 എന്ന ഫോണിലെ അതേ ഡിസൈനും അതേ കളർ വേരിയൻസും തന്നെയാണ് ഈ ഫോണിലും വരുന്നത്. പിന്നെ ഈ ഫോണിൽ P2i കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ വെള്ളമായാലും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ ഈ ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 194 ഗ്രാം ആണ്. പിന്നെ ഫോണിന്റെ തിക്നെസ് വരുന്നത് 9 mm ആണ്. പിന്നെ പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ mediatekന്റെ helio G25 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 8300 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും തരക്കേടില്ല എന്ന് പറയാവുന്നതാണ്. പക്ഷേ 9300 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര നല്ലൊരു പ്രോസസ്സർ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിനേക്കാൾ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാളൊക്കെ പവർഫുൾ ആയിട്ടുള്ള mediatekന്റെ helio G70 പോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ ഫോണിൽ 4GB റാം വരുന്നുണ്ട്. 4GB റാമിന്റെ 2 വെർഷൻസ് ആണ് വരുന്നത്. ബേസ് വേരിയന്റിൽ 64GB ഇന്റേണൽ ആണ് വരുന്നത്. പിന്നെ മറ്റൊരു വെർഷനിൽ 128GB ഇന്റേണൽ വരുന്നുണ്ട്. അപ്പോൾ 10,000 രൂപയ്ക്ക് താഴെ 128GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷൻ ലഭിക്കുന്നു എന്നതാണ് ഈ ഫോണിന്റെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചറായിട്ട് വരുന്നത്. പിന്നെ ഈ ഫോണിൽ LPDDR4Xന്റെ റാം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. eMMC 5.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള MIUI 12 സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൽ ഡ്യുവൽ വോൾട്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വോയിസ് ഓവർ വൈഫൈ എന്നുള്ള ഫീച്ചറും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഒരു സിംഗിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 13 മെഗാപിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൻസറാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ 5 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഇതേ ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയായിരുന്നു റെഡ്മി 9 എന്ന ഫോണിലും വന്നിരുന്നത്. പിന്നെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൽ 5000 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കും. പിന്നെ ഈ ഫോണിൽ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നില്ല. 10 വാട്ടിന്റെ ചാർജറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു കംപ്ലൈന്റ് ആയിട്ട് പറയേണ്ട കാര്യമല്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്ക ഫോണുകളിലും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ മൈക്രോ USB ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിന്റെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ 4GB റാം 64GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 8299 രൂപയാണ്. 4GB റാം 128GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 9299 രൂപയാണ്. സെപ്റ്റംബർ 18 മുതൽ ഫ്ലിപ്കാർട്ട് വഴിയും അതുപോലെ mi.com വഴിയുമാണ് ഈ ഫോണിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ നല്ലൊരു ഫോൺ എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ 10,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് 128GB ഇന്റേണൽ വെർഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നോക്കാവുന്നതാണ്. ഈ ഒരു ഫോൺ ഞാൻ സെലക്ട് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ സെലക്ട് ചെയ്യില്ല. കാരണം ഈ ഫോണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നില്ല.
പിന്നെ ഹീലിയോ G25 എന്നുള്ള പ്രോസസ്സറിൻ്റെ കൂടെ 4 GB റാമിലും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഹീലിയോ G70 എന്നുള്ള പ്രോസസ്സറിൻ്റെ കൂടെ 3 GB റാമാണ്. എന്തായാലും ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.